നിങ്ങൾ മനസ്സിലാക്കരുത്. വെറുതെ നഷ്ടപ്പെടുന്ന സമയവുമല്ല. ഉറക്കം തൂങ്ങണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ. ബഹിജ കിതാബ് അവർ ചൊന്ന ബെയ്ത്ത് തെക്കിമില. ഇത് മൂന്നുമാണ് തൻ്റെ അവലംബം എന്ന് ശൈഖു തങ്ങൾ പറയും. ശൈഖു തങ്ങളുടെ മാലരചിക്കുന്ന ഖാലി മുഹമ്മദ് പറയുമ്പോൾ, ഖാലി മുഹമ്മദ് എന്ന മഹാപണ്ഡിതനാണ് ഈ കിതാബ് ഉണ്ടാക്കിയതെന്നും ഇബ്നു ഹജർ തങ്ങളുടെയും സൈനുദ്ദീൻ മഖ്ദൂം എന്ന സ്വാഹിബ് ഫത്ഹുൽ മുഈനിന്റെയും കാലക്കാരനായ ഒരു മഹാപണ്ഡിതൻ മലയാളിയായി ജനിച്ചതുകൊണ്ട് മാത്രം ചെറുതല്ല, അനേകം അറബ് ഗ്രന്ഥങ്ങൾ രചിച്ച 500ഓളം വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹമെന്നും അദ്ദേഹം ഇതിന് അവലംബിച്ചിട്ടുള്ളത് 8ാം നൂറ്റാണ്ടിലെ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി സ്വഹീഹുൽ ബുഖാരിയുടെ ശരിയായ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ഫത്ഹുൽ ബാരിയുടെ കർത്താവ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, വഹാബികൾക്ക് കൂടി പഥ്യമുള്ള, വഹാബികൾക്ക് കൂടി സ്വീകാര്യനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി മഹാനവറുകൾ വിവരിച്ചിട്ടുള്ള ആൾ. ഹാഫിദ് സുയൂത്തി 10ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വ്യക്തനായ ഖാലി മുഹമ്മദിന്റെ ഏതാണ്ട് 1 നൂറ്റാണ്ട് മുൻപ് അല്ലെങ്കിൽ ഒരു 10-70 കൊല്ലം മുൻപ് വഫാത്തായ മഹാനായ പണ്ഡിതനാണ് ഇമാം സുയൂത്തി. ആ ഇമാം സുയൂത്തി തന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ 8ാം നൂറ്റാണ്ടിലെ മഹാപണ്ഡിതനായ എണ്ണിയ ഷെയ്ഖ് ശുത്നൂഫിയുടെ ബഹിജയാണ് ഇതിന്റെ പ്രധാന അവലംബമെന്നും ഷെയ്ഖ് തങ്ങളുടെ ബെയ്ത്തുകളും ഷെയ്ഖ് തങ്ങളുടെ വസിയ്യത്തായിട്ടുള്ള തെക്കിമിലയുമാണ് ഇതിന്റെ അവലംബവുമെന്ന് മനസ്സിലാക്കിയാൽ ആ അവലംബത്തിലില്ലാത്ത ഒരു വരി മുഹയ്യദ്ദീൻ മാലയിലില്ല എന്ന് എൻ്റെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്തം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതിലില്ലാത്ത ഒരു വരിയില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇനി ഓരോ വരി എടുത്തിട്ട് നമ്മളെ കുറ്റം പറയേണ്ടതാണ്. ഇനി ഈ ദുർവ്യാഖ്യാനത്തിൻ്റെ രീതി തിരിയാൻ ആക്ഷേപത്തിന് വിധേയമായ ചില്ലറ വരികൾ ഇൻഷാ അല്ലാഹ് ഈ വിഷയാവതരണത്തിൽ ഞാൻ എടുത്തുദ്ധരിക്കുകയും ചെയ്യും. ആമുഖമായി പറയുന്നത് കേട്ട് നിങ്ങൾ മുഷിയരുത്. ഇതിനെ മഹാനവറുകൾ ഈ അവലംബ ഗ്രന്ഥത്തിൽ നിന്ന് കോടീകരിച്ച രീതി കൂടി മനസ്സിലാക്കണം. പാലിലെ വെണ്ണ പോൽ ബെയ്ത്താക്കി ചൊല്ലുന്നൻ പാക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ. നമ്മളെ മലയാള ഭാഷ ചൊല്ലിയാൽ പാലിലെ വെണ്ണ പോൽ ബെയ്ത്താക്കി ചൊല്ലുന്നേൻ ഭാഗ്യം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ. പാലിലെ വെണ്ണ പോലെയാണ് ഞാൻ എന്നിട്ട് ബെയ്ത്താക്കി ചൊല്ലുന്നത്. ഇതിൻ്റെ അർത്ഥങ്ങൾ ശരിക്കും മനസ്സിലാക്കിയവർ ഭാഗ്യമുള്ളവരാണ്. ഭാഗ്യമുള്ളവർക്കല്ലാതെ, സ്വാദായനല്ലാതെ ദുര്യോഗികളായ ദോഷികളായ ഭാഗ്യമില്ലാത്ത ദുര്യോഗികളായ നിർഭാഗ്യവാന്മാരായ അഷ്ഖിയായനത് മനസ്സിലാവൂല എന്ന് മഹാനവറുകൾ പ്രത്യേകം പറയുന്നുണ്ട്. ഇത് വെറുതെ പറയല്ല. ഖാലി മുഹമ്മദ് എന്ന ഒരു വിജ്ഞനായ വിജ്ഞാന സമുദ്രമായതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. പാലിലെ വെണ്ണ പോലെ ബഹിജയിൽ നിന്നും ഷെയ്ഖ് തങ്ങളുടെ ബെയ്ത്തുകളിൽ നിന്നും ഷെയ്ഖ് തങ്ങളുടെ വസിയ്യത്തുകളിൽ നിന്നും പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ കടഞ്ഞെടുത്തിട്ടാണ് ഞാനിവിടെ ബെയ്ത്താക്കുന്നത്. മനസ്സിലാക്കണോന്നാ. പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുത്തെടുക്കുന്നത് പോലെ, പാലിൻ്റെ എല്ലാ അംശങ്ങളിലും വെണ്ണ, ആ വെണ്ണ കടഞ്ഞെടുത്തെങ്കിലേ കിട്ടൂ. പാല് കിട്ടാണ്ട് മുഴുവൻ വെണ്ണ കിട്ടുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. വെണ്ണ വേറെയാണല്ലോ, പാല് വേറെയാണ്. എന്നാൽ പാലിലുള്ളതാണ് താനും വെണ്ണ. ആ പാലിലുള്ള വെണ്ണയെ വെണ്ണയായി കടഞ്ഞെടുക്കുന്നത് പോലെ ബഹിജ കിതാബിനെയും ഷെയ്ഖ് തങ്ങളുടെ ബെയ്ത്തുകളെയും തെക്കിമലത്തിനെയും കടഞ്ഞെടുത്തിട്ട് ശുദ്ധമാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടതും ഷെയ്ഖിന്റെ സ്ഥാനവും മാത്രമേ ഞാനിതിൽ എണ്ണി പറഞ്ഞിട്ടുള്ളൂ. ഇത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് അന്വേഷിച്ച് പഠിക്കാൻ വിധേയരായിട്ടുള്ള ഏവരും അള്ളാഹു താല ഇതിൽ പെടുത്തുമാറാവട്ടെ. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ പെടണം. നമ്മൾ പെടണമെങ്കിലോ അറിവുള്ളവരോട് ചോദിക്കണം. ഇത് വാലക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കേൾക്കാൻ നിൽക്കാതെ മാലനെ ആക്ഷേപിക്കാൻ നിന്നിട്ട് എന്താ കാര്യം? മാലൻ്റെ ആക്ഷേപാർഹമായ ചിലത് മാത്രം ഞാൻ പറയാം. കേപ്പാൻ വിശേളം നാമുക്കാവൊരു പോരീശ കേപ്പീനെ ലോകരെ മുഹയ്യദ്ദീനെന്നോവർ. പോരിശയിലേക്ക് കടക്കുമ്പം തന്നെ വിമർശനത്തിലേക്കും വഹാബികൾ കടക്കും. ഇതുവരെയുള്ളത് പാളിൻ്റെ ഞാൻ കൃത്യമായി അക്കട്ടിട്ടാണ് എഴുതിയിരിക്കുന്നു കേട്ടോ. എൻ്റെ നോട്ടിൽ അതൊക്കെ ശരിക്കുണ്ട്. അതായത് 12ാം വരി, 22ാം വരി, 32ാം വരി, 155ാം വരി ഞാൻ ഇവിടുന്ന് ഒരു ഹാജേര ബെയ്ത്ത് വാങ്ങിയതാണ്. ഇവിടുന്ന് ഒരു ഹാജേര അയത്ത് വാങ്ങിയതിൽ ഞാൻ വരിൻ്റെ അക്കം വരെ ഇട്ടിട്ടുണ്ട്. ആ അക്കട്ടിട്ട് വരി 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 കൃത്യമായി ബഹിജയിൽ നിന്നും തെക്കുമലയിൽ നിന്നും ഷെയ്ഖിൻ്റെ ബെയ്ത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നും അതിലില്ല. അതുകൊണ്ട് 16ാം വരിയിൽ പറയുന്ന ഭാഗം മുതൽക്ക് ആക്ഷേപിക്കപ്പെടുന്ന ചിലത് മാത്രം വരിൻ്റെ നമ്പർ ഇട്ടിട്ട് പാട്ടിൻ്റെ നമ്പർ ഇട്ടിട്ട് നമുക്ക് വിവരിക്കാം. 16ാം വരിയിൽ അദ്ദേഹം പറയുന്നത്
കേപ്പാൻ വിശേളം നാമുക്കാവർ പോരീശ കേപ്പിനെ ലോകരെ മുഹിയുദ്ദീൻ എന്നോവർ. നമുക്ക് ശൈഖ് തങ്ങളവരുടെ പോരിശ പറയാം. കേക്കി ലോകരെ ഒന്നാമത്തെ പോരിശ തന്നെ മുഹിയുദ്ദീൻ എന്നോവർ. അവർ മുഹിയുദ്ദീനാണ് ഒന്നാമത്തെ പോരിശ. നമ്മളേതെങ്കിലും ഒരു മൊയ്തീൻ്റെ പോരിശല്ലത്. നമ്മളേതെങ്കിലും ഒരു മൊയ്തീൻ, മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളവരുടെ പേര് അനുസ്മരിക്കാൻ പേര് നൽകപ്പെട്ട മൊയ്തീനാണ്. നമ്മളെ കഥാപുരുഷന്റെ പേര് മുഹയ്യദ്ദീൻ എന്നല്ല, ബാപ്പട്ട പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. ജനിച്ച നാട് കൈലാനിയാണ്, ജീലാനി രണ്ടും പറയാം. ജീലാനി കൈലാനി ഇതൊക്കെ അനർബ് അർബാക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളാണ്. അപ്പോ അബ്ദുൽ ഖാദിർ ജീലാനി എന്നോ അബ്ദുൽ ഖാദിർ കൈലാനി എന്നോ പറയാവുന്ന ബാപ്പ അബ്ദുൽ ഖാദിർ എന്ന ആളെ വിളിക്കുമ്പോ മുഹയ്യദ്ദീൻ എന്നവർക്ക് പേര് വന്നത് തന്നെ ഒന്നാം പോരിശ. കേപ്പിനെ ലോകരെ ഒന്നാമത്തെ പോരിശ മുഹിയുദ്ദീൻ എന്നോവർ. മുഹയ്യദ്ദീൻ എന്ന് പറയുന്നത് തന്നെ ഒന്നാം പോരിശ. എന്താ മുഹിയുദ്ദീൻ എന്നത് ഒന്നാം പോരിശാവാൻ? മൂലം മൂടേയവൻ ഏകെല്ലാരുളാലേ മുഹിയുദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ. തൊട്ടടുത്ത വരി ഇതാ മൂപ്പർ പറഞ്ഞു. മുത്തും മാണിക്യവും ഒന്നായി കോത്ത പോൽ കോത്തന്നി മാലനെ 155 155 ഞാൻ ഈ മാലനെ കോത്തത് ജനിച്ച തുടക്കം മുതൽക്ക് അവസാനിക്കോളം പറയല്ല. പിന്നെയോ മുത്തും മാണിക്യവും കോത്ത മാതിരി കിട്ടിയത് ഇങ്ങനെ കോത്തക്ക. ഇത് നല്ലൊരു രസകരമായ കോക്ക. സാഹിത്യാഭിരുചിയുള്ള ഒരു മനുഷ്യൻ, സാഹിത്യ വാസനയുള്ള ഒരു മനുഷ്യൻ, ശരിക്ക് സഹൃദയനായിട്ടുള്ള ഒരാൾ, ആ സഹൃദയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാഷാപരമായി സാഹിത്യപരമായി ഈ ഒരു കവിതയെ വിലയിരുത്തിയാൽ മുഹയ്യദ്ദീൻ മാലയിലെ മുഹയ്യദ്ദീൻ മുതൽക്കു തന്നെ മുഹയ്യദ്ദീൻ ശൈഖിന്റെ മഹിതസ്ഥാനവും പദവിയുമാക്കി വിവരിക്കുന്ന ഒരു മാല. ലോകത്ത് അത്ഭുതപ്പെട്ട മാലയല്ലേ നിസ്തുല മാല. ഇതിന് തുല്യൊരു മാല ലോകത്ത് വേറെ കാണൂ? ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ചരിത്ര കിതാബ് കണ്ടിട്ടുണ്ടോ? ആരുടേതാണോ മാല? എന്താണോ അതിന്റെ പേര് മുഹയ്യദ്ദീൻ മാല. ആരാണ് ഉണ്ടാക്കിയത്? ഖാലി മുഹമ്മദ്. എന്താണ് തന്റെ അവലംബം? ഇന്ത്യൻ അവലംബം. ആ അവലംബത്തിൽ നിന്ന് എങ്ങനെയാണോ പിടിച്ചത്? ഇന്ന രീതിയിൽ. ഈ രീതിയിൽ പിടിച്ച ഞാൻ പറയുന്ന പോരിശ കേൾക്കണോ ലോകരെ? കേട്ടോളൂ. മുഹയ്യദ്ദീൻ എന്നോവർ ഒന്നാമത്തെ പോരിശ. എന്താണത് പോരിശയാവാൻ? മൂലം മൂടേയവൻ ഏകൻ അരുളാലേ മുഹയ്യദ്ദീൻ എന്ന പേര് ദീൻ താൻ വിളിച്ചോവർ. ഈ മുഹയ്യദ്ദീൻ എന്ന പേര് ശൈഖ് തങ്ങളവർക്ക് ലഭിച്ചത് ദീൻ എന്ന നമ്മുടെ മഹത്തായ ദീനുൽ ഇസ്ലാം വിളിച്ച പേരാണ്. ദീനുൽ ഇസ്ലാം മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളവർക്ക് നൽകിയ പേരാണ് മുഹയ്യദ്ദീൻ. ഇതൊരു പോരിശ തന്നെയാണ്. പക്ഷെ ഈ പോരിശ പറഞ്ഞ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഉൾക്കൊണ്ടില്ല. ഇവിടെ തന്നെ വഹാബിന്റെ വിരുദും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തോടത്ത് എത്തുമ്പോൾ വഹാബി കടന്നു വരും. അവിടെ വഹാബി മുതലെടുക്കും. അങ്ങനെ വഹാബി മുതലെടുത്തിട്ട് നോക്കി കരുമ്പൊള്ള് കളവ് ദീന് വന്നുകാണ്ട് മുഹയ്യദ്ദീൻ എന്ന് വിളിക്കുകയാണ്. ജീവനില്ലാത്ത ദീൻ മുഹയ്യദ്ദീൻ എന്ന് വിളിക്കുകയെന്ന് ചോദിക്കും. ഒന്നാമത്തെ ആക്ഷേപത്തിന്റെ പെടുന്ന മുഹയ്യദ്ദീൻ എന്ന പേർ ദീൻ താൻ വിളിച്ചോവർ. മഹാനായ ഖാലി മുഹമ്മദിന് ഉത്തരവാദിയല്ല. ഖാലി മുഹമ്മദ് എന്നവർ അവലംബിച്ച ബഹ്ജത്തുൽ അസ്റാർ എന്ന കിതാബിന്റെ 54-55 പേജുകളിൽ മുഹയ്യദ്ദീൻ എന്ന് ദീൻ ശൈഖ് തങ്ങൾ അവർകളെ വിളിച്ച ചരിത്രം സുന്ദരമായി വിവരിച്ചിട്ടുണ്ട്. ഞാൻ പേജ് നമ്പർ കൃത്യമായി പറയാം. ആ പേജ് നമ്പറിൽ അറിയേണ്ടവർക്ക്, ശരിക്ക് അറിയാൻ പറ്റുന്നവർക്ക് നോക്കാൻ കഴിയാത്തവർ അറിവുള്ള ലോകത്തോട് ചോദിപ്പീനേന്ന് മാലി പറഞ്ഞത് തന്നെ പറയല്ല, നമുക്ക് നിവൃത്തില്ല. നോക്കി ബഹ്ജത്തുൽ അസ്റാറിലെ 54-55 പേരിൽ ഹിജ്റ 511 കൊല്ലത്തിൽ ഒരു വെള്ളിയാഴ്ച നടന്ന സംഭവം എന്ന് പറഞ്ഞ് ശൈഖ് തങ്ങൾ അവറുകൾ തന്നെ തന്റെ മുഹയ്യദ്ദീൻ എന്ന് പേര് കിട്ടിയ സംഭവം വിവരിക്കുന്നുണ്ട്. ശൈഖ് തങ്ങൾ അവരുടെ ഉന്നതമായ നിലപാടിന്റെ ശേഷം, മഹാനവറുകളുടെ ഉന്നതമായ നിലപാടിന്റെ ശേഷം 561 വരെ നല്ല രീതിയിൽ 90 കൊല്ലം നല്ല രീതിയിൽ ജീവിച്ച ആൾ എന്ന് മുഹയ്യദ്ദീൻ മാലയിൽ തന്നെ പറയുന്നുണ്ട്. 90 കൊല്ലം ശൈഖ് തങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അതുപോലത്തെ ദീർഘായുസ് അല്ലാഹു തആല ദീനിന് ആവശ്യമുള്ള നമ്മുടെ പണ്ഡിതന്മാർക്കും ഉലമാക്കൾക്കും ഔലിയാക്കൾക്കും എല്ലാം നൽകുമാറാവട്ടെ. സുദീർഘമായ ഒരു വലിയ കാലയളവ് ജീവിച്ച മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾ 90 കൊല്ലം ജീവിച്ചതിൽ 561 വഫാത്തായ ശൈഖ് തങ്ങൾ അവർകൾ
ഹിജ്റ 511 നടക്കുമ്പോൾ കൊല്ലം 19 കൊല്ലം മുമ്പാണ്. വഫാത്തിൻ്റെ 19 കൊല്ലം മുൻപ് നടന്ന സംഭവമാണിത്. മഹാനവറുകളുടെ ചരിത്രം അദ്ദേഹത്തോട് ചോദിക്കുക ശിഷ്യന്മാർ.